ഹലോ ഫ്രണ്ട്സ്, എല്ലാ ദിവസവും ഞാൻ വരുന്നത് ഒരു സ്പെസിഫിക് ടോപ്പിക്കുമായിട്ടാണല്ലേ. ബട്ട് ടുഡേ കുറച്ച് ചെറിയ എന്നാൽ വലിയ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് ഞാൻ മോളുമായിട്ട് ഒരു വാക്കിന് പോവുകയാണ്. യു നോ വാട്ട്, അയർലൻഡിലെ പ്രോപ്പർ സമ്മർ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണെങ്കിലും മാർച്ചിൻ്റെ ഒരു സ്റ്റാർട്ട് മുതൽ ചില ദിവസങ്ങളിൽ നല്ല സൂര്യവെളിച്ചം നമുക്ക് കിട്ടും കേട്ടോ. സോ ടുഡേ ഈസ് വൺ ഓഫ് ദോസ് ഡേയ്സ്. എനിക്കാണെങ്കിലേ നമ്മുടെ നാട്ടിൽ നല്ല വെയിലത്തുണക്കി നല്ല തുണിയുടെ മണം ഉണ്ടല്ലോ, അതിങ്ങനെ ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ട് വെയിലത്തുണക്കിയെടുത്ത് ചെറിയ ചൂടോടെ പുതച്ചുറങ്ങാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു 3 ട്രിപ്പ് ഞാൻ ഡ്രസ്സസ്സൊക്കെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഔട്ട്ഡോറിൽ ഡ്രൈ ചെയ്യുവാണ്. ഇത് കഴിഞ്ഞിട്ട് വി വിൽ ഗോ ഫോർ എ വോക്ക്. ഫസ്റ്റ് ഞാൻ ചെയ്യാനെ പാർക്കിൽ കൊണ്ടുവന്ന് കളിപ്പിച്ചിട്ട് ദെൻ വോക്കിന് പോകും. അപ്പോൾ ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. എന്താണെന്നോ, ലൈഫിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ. അതായത് ഡോട്ടർ, സിസ്റ്റർ, സ്റ്റുഡൻറ്റ്, ഫ്രണ്ട്, പിന്നെ വൈഫ്, മോം, challenges we have been facing as a working woman. Especially, I want to tell you the changes after my marriage. I have been married for last 12 years. ഓഗസ്റ്റ് 20th ആകുമ്പോൾ കറക്റ്റ് 12 years ആവും കേട്ടോ. I was 21 when I got married. വിത്തിൻ 1 month ഞങ്ങൾ മുംബൈക്ക് പോയി. കാരണം ഹസ്ബൻഡ് ഇന്ത്യൻ നേവിയിലായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ക്വാർട്ടേഴ്സ് ഉണ്ടാവും. അപ്പം 1 monthനുള്ളിൽ തന്നെ ഞങ്ങൾ മുംബൈക്ക് പോയി കേട്ടോ. ശരിക്കും എൻ്റെ മാരേജിൻ്റെ സമയത്ത് ഐ ഹാഡ് നെവർ തോട്ട് അബൌട്ട് ലൈഫ് ആഫ്റ്റർ മാരേജ്. എൻ്റെ മനസ്സിലാകെ ഉണ്ടായിരുന്നത് ചർച്ച്, സെറിമണി, ബ്രൈഡൽ ഡ്രസ്സസ്, ഹണിമൂൺ, ഇങ്ങനെയൊക്കെയുള്ള, അത് കഴിഞ്ഞിട്ട് നമ്മൾ വിരുന്നിന് പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മാരേജിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് ഇന്ത്യൻ നേവിയിൽ നിന്ന് ലീവിന് വന്നിട്ടാണല്ലോ കല്യാണം. ഹസ്ബൻഡ് അനിയൻ നാട്ടിലായിരുന്നു. സ്പെസിഫിക് സാഹചര്യങ്ങളുണ്ട്, പുള്ളിക്ക് കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടമൊക്കെ ഹസ്ബൻഡേ ആയിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഇളയ കുട്ടിയാണ്. എനിക്ക് 2 ബ്രദേഴ്സാണുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ കല്യാണത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഫേഷ്യലൊക്കെ ചെയ്ത് അങ്ങനെ നടന്നാൽ മതിയായിരുന്നു. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹസ്ബൻഡ് അത് കഴിഞ്ഞിട്ട് പന്തലാരോ നോക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് പുള്ളിക്കുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ളൊരു പക്വത ആ ഒരു സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. അപ്പം ആ ഒരു മാസം ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ഹണിമൂണിനൊന്നും പോയില്ല. പക്ഷെ എവിടേക്കോ അവിടെ ഇവിടെയൊക്കെ ബീച്ചിൽ അവിടെ ഇവിടെയൊക്കെ പോയി. പക്ഷെ എന്നാലും ഞാൻ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും എനിക്ക് ഉണ്ടായില്ലായിരുന്നു, എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് മുംബൈക്ക് പോകുമ്പോഴത്തേക്കിന് എൻ്റെ മനസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞ ഒരു മാസം എനിക്ക് എന്ത് കിട്ടി എന്നുള്ളതൊന്നും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എനിക്ക് എന്താണ് കിട്ടാത്തത്, ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്ന് എന്താണ് ഓപ്പോസിറ്റായിട്ട് സംഭവിച്ചത്, ഈ ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ. മുംബൈ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ചതോ, ആ ഒരു വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക്, അതായത് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണ് ഇരിക്കേണ്ടത്. അപ്പോൾ വീട്ടിലായിരുന്ന സമയത്തോ ഞാൻ നേഴ്സിംഗ് പഠിക്കുമായിരുന്നല്ലോ 3.5 വർഷം. അവിടെയാണെങ്കിൽ 10-500ഓളം പിള്ളേരുണ്ട്. ഫുൾ ടൈം നമ്മൾ ആളുകളുമായിട്ട് എൻഗേജ്ഡ് ആണ്. നമുക്ക് ഡ്യൂട്ടി ഉണ്ട്, ക്ലാസ് ഉണ്ട്. നമ്മൾ വെറുതെ ഇരിക്കാനായിട്ട് ടൈമില്ല. വെറുതെ ഡ്യൂട്ടി ഇല്ലാതിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ആയിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുമല്ലേ. അപ്പം അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ സമയത്ത് ഒരു 4 മാസത്തെ ഗ്യാപ്പിനുള്ളിലായിരുന്നു. അതായത് ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോൾ വന്ന് എന്നെ പെണ്ണ് കണ്ടിട്ട് പോയി, കല്യാണം ഫിക്സ് ചെയ്തു. മാർച്ചിൽ കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് ഓഗസ്റ്റിൽ കല്യാണം. ഇപ്പോൾ ഒരു 3-4 മാസം വീട്ടിലിരുന്നപ്പോഴും ഹസ്ബൻഡ് ഇങ്ങനെ എപ്പോഴും ഫോൺ ചെയ്യുമല്ലോ, നമ്മുടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ. അപ്പോൾ അന്നേരവും നമുക്കതിനെ ബോറിംഗ് പരിപാടിയൊന്നുമില്ല. ഫുൾ ടൈം വീട്ടിൽ നിൽക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, ഹസ്ബൻഡുമായിട്ട് എപ്പോഴും ആ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ മുംബൈയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒറ്റപ്പെട്ടൊരു ഫീല്. അതായത് ആ സമയത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഐ കെപ്റ്റ് റിങ്ങിങ് മൈ ഫ്രണ്ട്സ്. കുറേ ഫ്രണ്ട്സ് മുംബൈയിലും ഡൽഹിയിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങി. വളരെ കുറച്ച് പേരുടെ കല്യാണം കഴിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് അവരോട് അസൂയെന്നല്ല, എനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കുന്നു. ശരിക്കും കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായതിനു ശേഷം ഞാൻ ജനറൽ നഴ്സിംഗ് പഠിച്ചതുകൊണ്ട് തന്നെ പോസ്റ്റ് BCക്ക് പോവാം, കുട്ടിക്ക് 1 വയസ്സായിട്ട് പോവാം എന്നുള്ളൊരു കാര്യം ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും വീട്ടിലവിടെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഭയങ്കരമായ സങ്കടം. എന്നിട്ട് ഹസ്ബൻഡ് വരുമ്പം ഒരു റീസണും ഇല്ലാണ്ട് ഞാനിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുക. ആൾക്കും ഭയങ്കര ഇതായിട്ടോ, ഞങ്ങളുടെ ഒരു മാത്രമല്ലേ ഉള്ളൂ. പുള്ളിക്ക് ഓൾറെഡി മിലിറ്ററിയിലേക്ക് ലൈഫ് അറിയുന്നവർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്ട്രെസ്ഫുള്ളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ സ്ട്രെസ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ മുഖം വീർപ്പിച്ചിരിക്കും. എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല എൻ്റെ ഒരു കാര്യം എന്താണെന്ന്. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവായി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്നാണ് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത്
ആ ഒരു മാരേജ് ലൈഫ്, അതായത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അംഗീകരിക്കാനായിട്ട് ആ സമയത്ത് എനിക്ക് പറ്റിയില്ല. അതായത് 10 മണി വരെയും 10:30 വരെയൊക്കെ കിടന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായ സമയത്ത് 5 മണിക്ക് ഉണരണമെങ്കിലും അത് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ 3-4 മാസം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്തെന്ന് വെച്ചാൽ നമുക്ക് 10-10:30 വരെയും കിടന്ന് ഉറങ്ങാം. എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാനൊന്നും ആരുമില്ല. ഉണരുന്നു, അത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള ഫുഡ് നിറച്ച് അമ്മയെല്ലാം ഉണ്ടാക്കി വയ്ക്കും, കഴിക്കുന്നു, എടുക്കുന്നു. ബെഡിലാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വിശാലമായിട്ട് നമുക്ക് കിടക്കുന്നതിനൊരു പോസ്റ്റർ പോലും ഉണ്ടല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ എനിക്ക് അതുപോലെ ഞാൻ കിടക്കുന്ന പോലെ എനിക്ക് കിടക്കാൻ പറ്റിയിട്ടില്ല. അതായത് എൻ്റെ പപ്പ കിടക്കുന്ന പോലെയാണ് എൻ്റെ ബ്രദേഴ്സും ഞാനും കിടക്കുന്നത്. ഇങ്ങനെ കമിഴ്ന്ന് കിടന്നിട്ട് മാരത്തൺ ഓട്ടത്തിന് പോകുന്ന പോലെയാണ് ഞാൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. വേറെ ഏത് പോസ്റ്ററിൽ കിടന്നാലും എനിക്ക് ഉറക്കം വരലേ ഉണ്ടാവില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞ് കുട്ടിയാവുന്നിടം വരെ, പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് വരെ ഞാൻ അങ്ങനെ കിടന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതിന് ശേഷം ഇന്ന് വരെയും എനിക്കങ്ങനെ കിടക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ വന്നു കേട്ടോ. ഞാൻ ശീലിച്ചു. അങ്ങനെ കിടന്നിട്ടും വേറൊരു പോസ്റ്ററിൽ കിടന്നാൽ എനിക്ക് ഉറക്കേ വരാത്തൊരാൾ അങ്ങനെ കിടന്നാലും ഉറങ്ങാനായിട്ട് ഞാനിപ്പോൾ പഠിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ഹസ്ബൻഡിനും ഞാൻ ഭയങ്കരമായ ബുദ്ധിമുട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 7 വർഷത്തോളം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പല കാര്യങ്ങളും എനിക്ക് കിട്ടിയില്ല. എൻ്റെ അടുത്ത് അന്ന് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. A to Z കാര്യങ്ങളും മറക്കാണ്ട് ഞാനിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളെപ്പോൾ വഴക്കിട്ടാലും ഈ കാര്യങ്ങൾ പറയും. എനിക്ക് കറക്റ്റായിട്ട് അറിയുകയാണെങ്കിൽ കറക്റ്റ് ഒരു 7 വർഷത്തോളം ഞാനിത് റിപ്പീറ്റ് ചെയ്തു. അതിനുശേഷം ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാനത് മനഃപൂർവ്വം സ്റ്റോപ്പ് ചെയ്തതല്ല. എപ്പോഴോ ഞാൻ മെച്ചൂർഡായി വരുന്നതനുസരിച്ച് അത് കുറച്ചായിട്ട് ഇല്ലാണ്ടായി വന്നിട്ട് അതിനെയൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു. അതിനുള്ളൊരു പക്വത എനിക്ക് ഒരു 7 വർഷം കഴിഞ്ഞ് കിട്ടിയെന്ന് വേണം എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു 21 ഇയേഴ്സിൽ എനിക്ക് മനസ്സിലാക്കുന്നു, ഞാൻ എന്നെയും മനസ്സിലാക്കണമല്ലോ. എനിക്കതിനുള്ള ഒരു ഭാര്യ ആവാൻ, ആ ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങൾ, അതായത് ഹസ്ബൻഡ് വന്നിട്ട് പിറ്റേന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ കിച്ചണിൽ മാവ് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, പോയി എന്തെങ്കിലും ഉണ്ടാക്കിക്കോ. അപ്പം എനിക്കറിയില്ല എന്തുണ്ടാക്കാൻ. വീട്ടിലാണെങ്കിൽ ആകെ ഒരു ചായ ഉണ്ടാക്കാനും പിന്നെ പുട്ടുണ്ടാക്കാൻ എനിക്കറിയാം. ബാക്കി ദോശ സാധനങ്ങളൊക്കെ അതിൻ്റെ ബാറ്ററൊന്നും ഉണ്ടാക്കാനായിട്ട് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ആകെ അറിയുന്ന ഇതാണ്. ഞാൻ വീട്ടിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലീനിങ് പരിപാടി, തുണി കഴുകുക, വീട് വൃത്തിയാക്കുക, അങ്ങനെയുള്ള പരിപാടികൾ ഓർഗനൈസ് ചെയ്തൊക്കെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കുക്കിംഗ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഇത് ചെയ്യാൻ പറയുമ്പം എനിക്കറിയില്ല. അപ്പം അന്ന് ഈ യൂട്യൂബൊന്നും നമ്മൾ കണ്ടു തുടങ്ങുന്ന സമയമൊന്നുമല്ല കേട്ടോ. എനിക്കറിയാം, ഞാൻ നാട്ടിൽ ഒരു 2015-ലോ 2016-ലൊക്കെ വരുന്ന സമയത്ത്, അതിന് ശേഷമൊക്കെയാണ് എന്തായാലും യൂട്യൂബൊക്കെ കണ്ടു തുടങ്ങിയത്. അന്ന് ആ സമയത്ത് അവിടെ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിലും ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും യൂട്യൂബും എൻ്റെ കല്യാണത്തിന് മുമ്പേ, കുട്ടിയാവുന്നതിന് മുമ്പേ വരെ എന്തായാലും യൂട്യൂബും വാട്സപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ അമ്മേനെ വീട്ടിലോട്ട് വിളിച്ച് ചോദിക്കുകയോ ചെയ്യുന്നത്. അമ്മ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു തരും. അതുപോലെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ചില ദിവസങ്ങളിൽ തലേന്ന് അരി തീരാറായി എന്ന് ഞാൻ കണ്ടാലും ഞാനത് മറന്നു പോട്ടോ. ഞാൻ ഹസ്ബൻഡിനോട് അത് പറയാൻ വിട്ടു. അപ്പോൾ പിറ്റേന്ന് ഞാൻ ചോറ് വയ്ക്കാൻ വന്നിട്ട് അരി ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറയും, ആൾ ഡ്യൂട്ടിയിലായിരിക്കുമേ, എനിക്ക് അരിയില്ലെന്ന്. അപ്പോൾ എന്നോട് ചോദിക്കും, നീ ഇന്നലെ കണ്ടതല്ലേ, അരി തീർന്നു എന്ന് നിനക്ക് മനസ്സിലായതല്ലേ, അപ്പോൾ പിന്നെ നീ എന്താ ഇന്നലെ എന്നോട് പറയാഞ്ഞേ, നമ്മളിന്നലെ പുറത്ത് പോയതല്ലേ, വാങ്ങി വെക്കില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്നാലും എന്നെ വഴക്ക് പറയില്ല കേട്ടോ. പുള്ളി ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമായിരിക്കും. പുള്ളി എന്താ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരേണ്ട സമയത്ത് ഒന്നും ഉണ്ടാവില്ല, അരിയും വാങ്ങി വരും, പിന്നെ വന്നിട്ട് ഉണ്ടാക്കിയിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ. അപ്പം അവിടെ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും, ജോലി സ്ഥലത്ത് ആൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കുമല്ലോ മിലിറ്ററി എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വൈകിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിനകത്ത്, അതായത് നേവി നഗറാണ് കേട്ടോ, വലിയ ഏക്കർ കണക്കിന് ഒരു സ്ഥലമാണ് ആ കോമ്പൗണ്ടിനകത്ത്. നമ്മുടെ നേവി ബിൽഡിങ്സ് ആണ്, അതിനകത്ത് നിറയെ ക്വാർട്ടേഴ്സാണ്, എല്ലാവരും താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അതിനകത്ത് നമുക്ക് പാർക്കും, ഈട്രി പാർക്കും, ഫുഡൊക്കെ കഴിക്കാനുള്ള ഇടമൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിൽ പോലും പുള്ളി അതൊക്കെ മറന്ന് വൈകുന്നേരം ആ ജോലിയുടെ ഇതെല്ലാം എത്ര തിരക്കാണെങ്കിൽ പോലും വന്നു കഴിഞ്ഞാൽ എന്നെ ഒരുങ്ങി നിൽക്കാൻ പറയും, എന്നെയും കൊണ്ടുപോകും. ഞാൻ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുമല്ലേ എന്ന് വിചാരിച്ചിട്ട്, എന്നിട്ട് എന്നോട് പറയും കേട്ടോ, നീ പുറത്തൊക്കെ നടക്കാൻ പോകണം, വീട്ടിൽ തന്നെ ഇരിക്കണ്ട, എന്നെ നന്നായിട്ട് എൻകറേജ് ചെയ്യും കേട്ടോ. പിന്നെ അവിടെ പോയിട്ടാണെങ്കിൽ പോലും ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ മേക്ക് ചെയ്തു. എവിടെ പോയാലും ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാൻ അത് എന്തോ ദൈവം അനുഗ്രഹിച്ചിട്ടൊരു കഴിവാണെന്ന് തോന്നുന്നു. എവിടെ പോയാലും നല്ല ലാവിഷ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. നല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അങ്ങനെ ഒരുപാട് നല്ല ഫ്രണ്ട്സ് എനിക്ക് മുംബൈയിൽ നിന്ന് കിട്ടിയവർ ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. ഞങ്ങൾ നല്ല ബന്ധം സൂക്ഷിക്കുന്നവരുമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഫ്രണ്ട്സൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ അടുത്തൊക്കെ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകും. ആ ഒരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് എവിടെയാണെങ്കിലും, അതായത് എൻ്റെ കല്യാണത്തിന് മുമ്പേ എനിക്ക് 2 ബ്രദേഴ്സ് ആണെങ്കിൽ പോലും കല്യാണത്തിന് മുമ്പേ കൊല്ലം ബീച്ച് പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട്
എന്നെ ബീച്ചിലാണെങ്കിലും എല്ലാ സിനിമ, ഒരൊറ്റ സിനിമ വിടാണ്ട് എല്ലാ സിനിമയും തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മാരേജിന് വിളിച്ചാലോ അതിന് വില കുറച്ച് കാണത്തില്ല. പിന്നെ നീ വണ്ടങ്ങാൻ്റെ കൂടെ പഠിച്ച് അവരെ അടുത്ത് ഇപ്പം ഞാൻ എൻ്റെ സമയം കളഞ്ഞ് വരാൻ പോകല്ലേ, ഇങ്ങനെ ഒന്നും എന്നെ അതിന് എൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഞാൻ കൊടുക്കുന്ന വിലേനെ ഒരിക്കലും കുറച്ച് കാണാത്ത ഒരാളാണ്. അവരുടെ അടുത്തൊക്കെ എന്നെ ചേട്ടാ ഒന്ന് കൊണ്ടുവിടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുവിടും. ഇപ്പം അവർ വിളിക്കുവാണെങ്കിലും ഒന്ന് ഫോൺ എടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് അവരെ കാണുന്ന സമയത്താണെങ്കിലും ഷയ്യോ അങ്ങനെയൊന്നുമില്ല. ആൾ നല്ല പണ്ടേ പരിചയമുള്ള പോലെ അവരോടൊക്കെ സംസാരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ ഇപ്പോൾ അയർലൻഡിൽ വന്നിട്ടാണെങ്കിൽ പോലും ഞങ്ങൾ 1 മാസത്തെ ചുരുക്കം ദിവസങ്ങളിൽ ലീവിന് പോവുകയാണെങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകും. എനിക്ക് ജോലി ഇല്ലാതിരുന്ന സമയങ്ങളിൽ പോലും എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങൾക്ക് കണക്ക് പറയുകയോ അല്ലെങ്കിൽ നീ ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ വെറുതെ ഇരിക്കുകയാണോ അങ്ങനെ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്നിട്ടൊക്കെ ഞാൻ എനിക്ക് കിട്ടാത്ത കാര്യങ്ങളിലായിരുന്നു എന്നെ ഹണിമൂണിന് കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ അന്ന് അവരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യായിരുന്നല്ലോ. അപ്പം എനിക്ക് വേറൊന്നും വേണ്ട, ഇതൊന്ന് സമ്മതിച്ച് തരണം. അപ്പം എൻ്റെ അടുത്ത് സമ്മതിക്കാണ്ട് അതിന് എക്സ്ക്യൂസസ് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഇതൊക്കെ ഒന്ന് ഒരു വട്ടം എൻ്റെ അടുത്ത് സമ്മതിച്ച് തരുവാണെങ്കിൽ ഓക്കെ, അത് തെറ്റ്, എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്നൊന്ന് സമ്മതിച്ച് തരുന്നത് വരെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പം ഒന്നുകിൽ അതൊക്കെ സമ്മതിച്ച് തന്നതുകൊണ്ടും പിന്നെ എൻ്റെ മിസ്റ്റേക്സ് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഞാൻ ഈ പറഞ്ഞ 7 വർഷത്തെ കണക്ക് കറക്റ്റ് 7 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഇതൊക്കെ മാറി മാറി വരുന്നത് എനിക്ക് തന്നെ മനസ്സിലായി. ഇപ്പം ഞാൻ പഴയ കാര്യങ്ങളൊന്നും അങ്ങനെ ഇപ്പം ഞങ്ങളങ്ങനെ പറയാറേ ഇല്ല. അപ്പം ഒരുപാട് ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീട് കണ്ടോ, ഈ സ്ക്രീനിൽ കാണുന്ന ലാസ്റ്റ് ഇയറിലെ സമ്മർ, ഒരൊറ്റ സമ്മർ പോലും കളയാണ്ട് ഞാൻ വെയിൽ കളയാണ്ട് ഞാൻ കൊള്ളാൻ വരുവാനായത് നടക്കാൻ വേണ്ടിയിട്ട്. അന്ന് എന്നെ കണ്ട് എന്നെ അട്രാക്ട് ചെയ്യിപ്പിച്ചൊരു വീടാണ് ഇത്. ഈ വീട് കണ്ടിട്ടാണ് ഇതണക്ക് ഡിറ്റാച്ച്ഡ് ബംഗ്ലോ, ഈ ഒരു ടൈപ്പ് വീട് വേണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത് ഈ വീട് കണ്ടിട്ടാണ്. അപ്പോൾ അത് നിങ്ങളടുത്തൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഹസ്ബൻഡിൻ്റെ കാര്യം. അപ്പോൾ ഹസ്ബൻഡ് ഇന്ത്യൻ നേവിയിൽ ഇങ്ങനെ നേരത്തെ പോയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല. ഇപ്പം നാട്ടിൽ പോയി തന്നെയാണെങ്കിലും നമ്മൾ ബീച്ചിൽ അവിടെയൊക്കെ പോകുന്ന സമയത്ത് കൂടെ പഠിച്ച ആരെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ ചേട്ടായിക്ക് അങ്ങനെ പണ്ട് തൊട്ടേ ഉള്ള ഫ്രണ്ട്സ് ഒന്നുമില്ല. ഇപ്പോഴും മിലിറ്ററിയിലുള്ള ഫ്രണ്ട്സാണ് അദ്ദേഹത്തിന് വിളിക്കുന്നതും കൂട്ടുകൂടുന്ന ഒക്കെ. നാട്ടിൽ അങ്ങനെ ആരുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിൻ്റെ വിലയൊക്കെ നന്നായിട്ട് അറിയാം. 29 വയസ്സ് വരെ മിലിറ്ററിയിൽ ആ ഡോമിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ അത്രയും നാൾ വരെ അവരുടെ കൂട്ടത്തിലൊക്കെ നിന്നുകൊണ്ട് ഹോസ്റ്റലൊക്കെ നിന്നതുകൊണ്ടും അങ്ങനത്തെ ഒരു ലൈഫ് എൻജോയ് ചെയ്തതുകൊണ്ട് ആണെന്ന് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്കുള്ളൊരു വിലയും ഞാൻ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന വിലയൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇവിടെ ആണെങ്കിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആരടുത്തെങ്കിലും എന്തെങ്കിലും അവർ വിളിച്ചിട്ട് എടുത്തില്ല, അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞില്ല, ഞാൻ അവരെ വിളിക്കത്തില്ല, ഇനി അവരെ ഞാൻ വിഷ് ചെയ്യത്തില്ല എന്നൊക്കെ പറയുമ്പം എന്നെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട് കേട്ടോ. മഞ്ജു ഇത് മോശമായിപ്പോയി, നീ ഇത് വിളിച്ചന്വേഷിക്കാഞ്ഞത് മോശമായിപ്പോയി, അല്ലെങ്കിൽ നീ വിഷ് ചെയ്യാഞ്ഞത് മോശമായിപ്പോയി, നീ അതും ചെയ്തേക്ക്, അവരെന്തോ ആയിക്കോട്ടെ, നിനക്ക് പോയാലൊരു വാക്ക് നീ ഒന്ന് മെസ്സേജ് ചെയ്തേക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ പലവട്ടം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തത്. കാരണം പല ബന്ധങ്ങളും മുറിഞ്ഞു പോവാണ്ട് ഇപ്പോഴും കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുന്ന ബന്ധങ്ങൾ അങ്ങനെ എടുത്തു പറയാനായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു തരും, അങ്ങനെ ചെയ്യാൻ പാടില്ല, മോശമായി പോയി. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. അതാണ് തന്നെ നല്ലതാണെങ്കിൽ അത് നന്നായിരുന്നു എന്ന് പണ്ട് ചിലപ്പോൾ അതൊന്നും പറയാനായിട്ട് സമയം പുള്ളിയും കണ്ടെത്തത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എനിക്കുണ്ടായ ചേഞ്ചസ് പോലെ തന്നെ പുള്ളിക്കും കുറേ ചേഞ്ചസ് ഉണ്ടായി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പം ആദ്യമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ചില മാരേജ് ലൈഫൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ പണ്ട് അമ്മമാർ അല്ലെങ്കിൽ ആൻറ്റിമാരൊക്കെ പറഞ്ഞിട്ടില്ലേ, ഈ മനുഷ്യൻ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, കുറേ ഇപ്പം മാറിയതാണെന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ തന്നെ നമ്മൾക്കും എല്ലാവർക്കും അങ്ങനെ ഒരു ചേഞ്ചസ് ഉണ്ടാവുമെന്ന് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആണോ എന്ന് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യും. എനിക്കറിയത്തില്ല എത്ര പേര് ഇങ്ങനത്തെ ഡിസ്കഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കെന്തോ ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. അപ്പം പുള്ളിക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നു. പണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയമൊന്നും ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കത്തില്ല. പുള്ളിക്ക് എപ്പോഴും ഇങ്ങനെ ക്രിക്കറ്റ് പ്രാന്താണ്. ഫുൾ ടൈം ഇങ്ങനെ അത് വെച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ നല്ല സീരിയസ് ആയിട്ട് സംസാരിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നിരിക്കുമ്പോഴായിരിക്കും പുള്ളി ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ അത് പറയത്തില്ല. അങ്ങനെ പറയാതെ വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ ഇതാവും, നമ്മൾ അവരോട് അത് ഷെയർ ചെയ്യാൻ തുടങ്ങും. അപ്പോഴേക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷേ ഇവിടെ അയർലൻഡിലൊക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടെ ലൈഫ് പീസ്ഫുൾ ആയതുകൊണ്ടായിരിക്കണം, പിന്നെ ഇങ്ങനെ മാറി നിൽക്കുമല്ലോ എപ്പോഴും നമ്മൾ ഒരുമിച്ചുള്ളത് കൂടെ കൊണ്ടും. ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുവാണെങ്കിൽ ഹസ്ബൻഡ് വീട്ടിലുണ്ടാവും, പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞ് വരുവാണെങ്കിൽ ഞാനുണ്ടാവും. ഞങ്ങൾ കുറച്ച് നേരം ഡൈനിങ് റൂമിൽ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങളുണ്ടല്ലോ, വീട്ടിലെ അമ്മ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, പല കാര്യങ്ങളും ഞാൻ അവരോടെ പറയാറുള്ളൂ. അത് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യത്തില്ലായിരുന്നു.
ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ എടുക്കുമായിരിക്കും നമ്മൾ നമ്മുടെ ഒരു ഫാമിലിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മുടെ സ്വന്തം ഫാമിലി ഇതാണെന്ന് മനസ്സിലാക്കി വരാനായിട്ട് കുറേ സമയം എനിക്കതുണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡാണ് എന്നൊരു ഇത് വന്നെങ്കിലും ഒരു കുടുംബം ആവാൻ കുറേ കൂടെ സമയമെടുത്തു. എപ്പോഴും എൻ്റെ മൈൻഡ് ഇപ്പോഴും കുറേ നാളും ഞാൻ അവിടെ കൊല്ലത്ത് എൻ്റെ വീട്ടിലാണെന്നൊരു രീതിയിലായിരുന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ട് ആ ഡിഫറൻസ് എനിക്ക് മനസ്സിലായി. അതായത് എൻ്റെ വീട്ടിലെ പല കാര്യങ്ങളും ഞാൻ ഒളിച്ചു വെക്കുന്നത് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ തുടങ്ങി. അമ്മ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. കാരണം അതിൽ നിന്ന് ഡിറ്റാച്ച്ഡായി, കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇതാണ് എൻ്റെ കുടുംബം എന്നൊരു ചിന്ത എനിക്ക് വന്നു തുടങ്ങി. അതായത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടികളും അതാണ് നമ്മുടെ കുടുംബം. മറ്റത് നമ്മുടെ അപ്പനും അമ്മയും ആണ്, അല്ല നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയി വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബം ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നതല്ല. ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ ആയപ്പം ഞാൻ അങ്ങനെ ആയി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാണ് കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ കുറേ ചേഞ്ചസ്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഗൈസ് എന്നൊന്ന് നിങ്ങൾ ഷെയർ ചെയ്യൂ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ, ഞാനും ഒന്ന് കേൾക്കട്ടെ, എന്തൊക്കെയാണെന്നൊന്ന് അറിയട്ടെ. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ചേഞ്ചസ് പറയാതെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെയും എന്നെ അഡ്മയർ ചെയ്യിപ്പിച്ച വീട്. അപ്പം നമുക്ക് വരുന്ന ഫിസിക്കൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ കമഴ്ന്ന് കിടന്ന് ശീലിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒട്ടും വയറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഈ വയറൊക്കെ ചാടുന്ന കണ്ടപ്പോഴത്തേനും എനിക്ക് ഇനി ഒരിക്കലും ആ പഴയ പോലെ തിരിച്ചു പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ എനിക്ക് കമഴ്ന്ന് ഇപ്പോൾ കിടക്കാൻ പറ്റത്തില്ല. കുട്ടികളൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ ബെഡിൽ ഞെരുങ്ങി കിടക്കുക, നമുക്കങ്ങനെ കിടക്കാൻ പറ്റത്തില്ല. പിന്നെ തടിച്ചിപ്പാറുമായി. പക്ഷേ ഹസ്ബൻഡ് എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും കേട്ടോ. ഇപ്പോൾ എനിക്ക് സൈക്കിൾ വാങ്ങി തന്നിരിക്കുക. 1 മണിക്കൂർ ഡെയിലി സൈക്ലിങ്ങിന് പോകും. അത് കഴിഞ്ഞിട്ട് വെയിൽ നന്നായിട്ട് ഉറച്ച് വരുമ്പോഴത്തേനും മോളുമായിട്ട് വീണ്ടും ഞാൻ നടക്കാൻ പോകുന്നത് എൻ്റെ ചോയ്സാണ്. സൈക്ലിംഗ് ഉറപ്പായിട്ടും ചെയ്യണം, വണ്ണം വയറ് ചാടി എന്നൊക്കെ എന്നെ ഹസ്ബൻഡ് പറഞ്ഞ് എൻകറേജ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയാം, നമുക്ക് ഈ ഡിസ്കഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ബൈ, ടേക്ക് കെയർ.